തത്വങ്ങളുടെ പരിവർത്തനത്തിലൂടെ ബോധവികാസം ഉണ്ടാക്കാം. എങ്ങനെയാണ്? പാല് വെണ്ണയാകുന്ന പോലെ ശക്തി കൊണ്ടാണ് നമുക്ക് തത്വങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടു. അപ്പോൾ അതേ ശക്തി ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ആ അവബോധം വികസിപ്പിക്കാനും. അപ്പൊ ഇനി നമുക്ക് ഈ തത്വങ്ങൾ എന്താണ്? തത്വം എന്നാൽ പ്രിൻസിപ്പിൾസ് അല്ലെ? തത്വങ്ങളെ നമുക്ക് പ്രപഞ്ച നിർമ്മാണത്തിന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്ത്രത്തില് 36 തത്വങ്ങൾ ഉണ്ടെന്ന് കണ്ടു. അവയെല്ലാം തന്നെ നമുക്ക് കാണാനോ തൊടാനോ മണക്കാനോ പറ്റാത്തതാണ്. ഇവിടെ എല്ലാം ഒന്ന് മറ്റൊന്നിനോട് ചേർന്നോ വിഘടിച്ചോ 2 3 തത്വങ്ങൾ ചേർന്നോ ഉണ്ടാകുന്നതാണ്. അപ്പൊ എല്ലാ തത്വങ്ങളുടെയും ഉത്ഭവസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പരബ്രഹ്മത്തിന്റെ ശക്തിയിൽ നിന്നാണ്. അപ്പൊ പ്രപഞ്ച നിർമ്മാണത്തിന്റെ ഇഷ്ടിക, അതായത് അതിന് ഇഷ്ടികയും കുമ്മായവും ഒക്കെയാണ് ഈ തത്വങ്ങള്. അപ്പൊ ശക്തിയാകുന്ന ഏക ഉറവിടത്തിന്റെ വികാസമാണ് സൃഷ്ടി. ഇവിടെയുള്ള തത്വങ്ങളുമായിട്ട് പല തരത്തിൽ ചേർന്നിട്ടാണ് വൈവിധ്യമുള്ള ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഇപ്പൊ വികസിക്കുന്ന പോലെ തന്നെ ശക്തിക്ക് ചുരുങ്ങാനും സാധിക്കും. അപ്പൊ ഉദ്ഭവസ്ഥാനത്തേക്കുള്ള മടക്കം, അതിനെയാണ് നമ്മൾ നിവൃത്തി എന്ന് പറയുന്നത്. സൃഷ്ടി എന്ന് പറഞ്ഞത് പ്രവൃത്തി. അപ്പൊ പ്രവൃത്തിയും നിവൃത്തിയും ഇത് മനുഷ്യനുണ്ട്, പ്രപഞ്ചത്തിലും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ വികാസം സങ്കോചം എന്ന് നമ്മുടെ പറയുന്നത്. അത് നമുക്ക് ഒരു ഉദാഹരണം എടുത്തു നോക്കണമെങ്കിൽ നമ്മുടെ ഡെയിലി നമ്മളെ തന്നെ എടുത്താൽ മതി. വികാസവും സങ്കോചം എന്താണ്? നമ്മുടെ ശ്വാസ പ്രക്രിയ അല്ലെ? അകത്തേക്ക് എടുക്കുന്നു, വികസിക്കുന്നു, പുറത്തേക്ക് വിടുന്നു, ചുരുങ്ങുന്നു. ഇത് തന്നെയാണ് പ്രപഞ്ചവും. അപ്പൊ അങ്ങനെ അപരിമേയവും അചിന്ത്യവും അദൃശ്യവുമായിരിക്കുന്ന ബ്രഹ്മം തന്റെ ശക്തിയിലൂടെ ദൃശ്യവും പരിമിതവുമായ നാമരൂപങ്ങളാകണു. അപ്പൊ എന്താണ്? ലിമിറ്റ്ലെസ് ലിമിറ്റായിട്ട് തീരുകയാണ്. അപരിമേയമായത് പരിമേയമാകുന്നു. അപ്പൊ ഈ ശുദ്ധ തത്വങ്ങൾ എന്നാല് ഏകമായിരിക്കുന്ന പരബ്രഹ്മം സൃഷ്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ 5 തത്വങ്ങളാണ് ആ ശുദ്ധ തത്വങ്ങള്. അപ്പൊ ആദ്യം ശിവതത്വം, അതിൽ നിന്ന് ശക്തി തത്വം, ഇനി അതിൽ നിന്നാണ് ഓങ്കാരം, അതായത് ഓങ്കാരം എന്ന ബിന്ദു അഥവാ ന്യൂക്ലിയസ് ഉണ്ടാവുന്നത്. അപ്പൊ അപരബ്രഹ്മം രൂപപ്പെടാൻ എന്താ? ആദ്യത്തെ ബിന്ദുവിൽ, അതായത് അപരബ്രഹ്മനിൽ രൂപപ്പെട്ടു. ഈ ന്യൂക്ലിയസ് ഉണ്ടായത് എവിടെയാണ്? അപരബ്രഹ്മത്തിലാണ്, അല്ലാതെ മറ്റേ ബ്രഹ്മത്തിലല്ല. ഇതിനുള്ളില് ശിവതത്വവും ശക്തി തത്വവും മുഖാമുഖം നിന്നു ഈ ബിന്ദുവില്. നമ്മൾ ശ്രീചക്രത്തിൽ അർച്ചന ചെയ്യുന്ന എല്ലാം ബിന്ദുവിലാണ്. കാരണം അത് പുറത്തു വന്നിട്ടില്ല, മായയുടെ പരിധിയിൽ വന്നിട്ടില്ല. ആ ബിന്ദുവിനകത്ത് ശിവന്റെ അഭിമുഖമായിട്ട് ഉന്മുഖമായിട്ട് ശക്തി നിൽക്കുകയാണ്. രണ്ടുപേരും പക്ഷെ ഒന്നായി നിൽക്കുകയാണോ? ഇല്ല, രണ്ടായി കഴിഞ്ഞു. ശിവലിംഗവും സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ടായി. ശിവനും ശക്തിയുമായിട്ട് മാറി. അതിനകത്ത് തന്നെ മുഖാമുഖം നിൽക്കുന്ന തലം. രണ്ടുപേർക്കും ഒരു ആകർഷണം സദാ ഉണ്ട്. ബിന്ദുവിന്റെ ആ ഒരു ആവരണമാണ് മായ. പിന്നെ ഉണ്ടായ മഹാസ്ഫോടനം. അങ്ങനെ അതിൽ നിന്ന് ശിവതത്വം, ശക്തിതത്വം, പിന്നെ മൂന്നാമത് സദാശിവതത്വം, ഈശ്വര തത്വം, ശുദ്ധവിദ്യ, ഇങ്ങനെ 5 ശുദ്ധ തത്വങ്ങൾ ഉണ്ടാവുകയാണ്. ഇവയെല്ലാം തന്നെ പൂർണ്ണ ശുദ്ധമാണ്. ഈ 5 തത്വങ്ങളും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ഏറ്റെടുത്ത് ഇതെല്ലാം ഈ പറഞ്ഞ 5 പ്രക്രിയകളിലൂടെ പ്രപഞ്ചം പ്രവർത്തനം തുടങ്ങി. അപ്പൊ തിരോധാനം അനുഗ്രഹം അല്ലെ? അതായത് ഈശ്വരനും സദാശിവനുമായിട്ട് എടുത്തിട്ട് ഈ 5 തത്വങ്ങളെയാണ് നമ്മൾ ഈ ഈശ്വരന്മാരെന്ന് പറയുന്നത്. നമ്മൾ ഈശ്വര എന്ന് വിളിക്കുമ്പോ ആരാണ്? ഈ പരബ്രഹ്മത്തെ അല്ല വിളിക്കുന്നത്. കാരണം പരബ്രഹ്മത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. നമ്മൾ ആരെയാ വിളിക്കുന്നത്? ഈ 5 ഈശ്വരന്മാരെ. ആരൊക്കെ 5 ഈശ്വരന്മാര്? ശിവൻ, ശക്തി, സദാശിവൻ, ആ ഒരു ശുദ്ധവിദ്യ, ഈശ്വരൻ. ഇങ്ങനെ 5 പേര്. ഈ 5 പേരും തത്വങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, മനുഷ്യരെ പോലെ തന്നെ. അതുകൊണ്ട് നമുക്ക് ശ്രമിച്ചാല് നമുക്ക് എവരിൽ എത്തിച്ചേരാൻ പറ്റും, എവരുമായിട്ട് സംവദിക്കാൻ പറ്റും, എവരുടെ അനുഭവങ്ങൾ ഉണ്ടാക്കാനും പറ്റും, അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും. കാരണം മനുഷ്യന്റെ അതേ തലത്തിൽ, പക്ഷെ അവര് ശുദ്ധമാണെന്ന് മാത്രം. മനുഷ്യനും ആ തലത്തിലേക്ക് ഉയർന്നാല് ഇവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റും. അപ്പൊ തിരോധാനം അനുഗ്രഹം, ഇതെല്ലാം കൃപയാണ്. ഇതിൽ ശിവൻ എന്നത് സത്ത ചിത്ത ആനന്ദമാണ്, എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന സർവാനന്ദമാണ്. അപ്പൊ ശക്തിയില് ക്രിയാശക്തി പ്രബലമാണ്. അപ്പൊ പ്രപഞ്ച സൃഷ്ടിയിലെ പ്രധാനപ്പെട്ടത് നമുക്കറിയാം എനർജിയാണ്. അതിനെയാണ് നമ്മൾ ശക്തി തത്വം എന്ന് പറയുന്നത്. ഇനിയുള്ള 3 ശുദ്ധ തത്വങ്ങള് ഏറ്റവും ഉയർന്ന സദാശിവ തത്വമാണ്. ഇതിൽ ജ്ഞാനശക്തി ക്രിയാശക്തിയും തികഞ്ഞ സന്തുലിതാവസ്ഥയിലാണ് ആ ഒരു സദാശിവന്റെ ഭാവം. സദാശിവൻ എന്ന് പറയുമ്പോ എന്താ? ആ ഒരു പലക, കിടക്ക, ദേവി ഇരിക്കുന്ന കിടക്ക. അപ്പൊ അതിന് ഈശ്വര കൃപ, അല്ലെങ്കിൽ അനുഗ്രഹ ശക്തിയാണെന്ന് നമുക്ക് പറയാം. ഈശ്വര തത്വത്തിലെ ക്രിയാശക്തിക്കാണ് പ്രബലം. അടുത്ത തത്വമാണ് ഈശ്വരൻ. ഈ 5 കാര്യങ്ങൾ ശിവൻ, ശക്തി, സദാശിവൻ,
ഈശ്വരൻ അല്ലെ, അശുദ്ധ വിദ്യ. അപ്പൊ ഇതിൽ ഈശ്വര തത്വത്തില് ക്രിയാശക്തിക്കാണ് പ്രബലമായിട്ട് നിൽക്കുന്നത്. അതിനാൽ കൃപ എന്ന കാര്യത്തിൽ എന്താ, നമുക്ക് കിട്ടേണ്ട കൃപ മറച്ചു വെക്കൽ, അതായത് തിരോധാനം, അതാണ് ചെയ്യുന്നത്. അപ്പൊ ശുദ്ധവിദ്യാ തത്വത്തില് ജ്ഞാനശക്തി പ്രബലമാണ്. അതിനാൽ സൃഷ്ടിസ്ഥിതി സംഹാരം എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ശുദ്ധവിദ്യ. അപ്പൊ ഇതാണ് ബ്രഹ്മവും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം. ഇതുകൊണ്ടാണ് നമ്മള് എന്താ പറയാ, ബ്രഹ്മം എന്ന് പറയുന്ന ആ പരാസംവിത്തിനെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ എന്താ പറയാ, ഈ ശരീരം ഒന്നും കൊണ്ട് പറ്റില്ല. ശരീര വാക് മനോ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്താണ് നമ്മൾ ഈശ്വര എന്ന് വിളിക്കുന്നത്. ഈ 5 തത്വങ്ങളെ, ഈ ശുദ്ധവിദ്യ 5 പേരെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മത്തെയാണ് എന്താ പറയുന്ന ഈശ്വരൻ എന്ന് നമ്മൾ പറയുന്നത് അജ്ഞത കൊണ്ടാണ്. ബ്രഹ്മം അനാദിയാണ്. ആ ഒരു സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ഈശ്വരന്മാരാണ്. ഈശ്വരന്മാർ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം, തത്വമാണ്. അപ്പൊ ദൈവം എന്ന് പറയുന്നത് എന്താ, ആ ഒരു തത്വാതീതമായിരിക്കുന്ന ഉണ്മയാണ് ആ ഒരു പരബ്രഹ്മം. അപ്പൊ ഇവയെല്ലാം നിലനിൽക്കുന്നത് ബ്രഹ്മത്തിലാണ്. അവിടെ നിന്ന് സൃഷ്ടി, സ്ഥിതി, പരിപാലനം, ലയം, ഈ കർമ്മങ്ങളെല്ലാം നടന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ സൃഷ്ടിയിലുള്ള അവബോധത്തെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മറച്ചിരിക്കുകയാണ്. എന്നാല് ആ അവബോധത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ മറ മാറ്റിക്കൊടുക്കുന്നത് ഈശ്വരന്മാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈശ്വരന്മാരെ ആശ്രയിക്കുന്നത്. ശിവബോധമുള്ള നമ്മള് ശക്തിയുടെയും മായയുടെയും പ്രവർത്തനം കൊണ്ടാണ് എല്ലാം മറഞ്ഞതുപോലെ കാണപ്പെടുന്നത്. എന്നാൽ ആ അനുഗ്രഹത്തിലൂടെ എല്ലാം അറിയാനും അതായിത്തീരാനും നമുക്ക് സാധിക്കും. ഈ സൃഷ്ട പ്രപഞ്ചത്തെ ഒരു സ്കൂളായിട്ട് കണ്ടാല് ഇവിടുത്തെ പ്രധാന അധ്യാപകന്മാരാണ് ഈശ്വരന്മാര്. സുഖ ദുഃഖങ്ങളാകുന്ന ക്ലാസ് അല്ലെ, ക്ലാസ് തന്ന് ഇവിടത്തെ എല്ലാം ഈശ്വരന്മാര് നിയന്ത്രിക്കുക. പ്രിൻസിപ്പലായിട്ട് ശിവതത്വം, അസിസ്റ്റന്റ് പ്രിൻസിപ്പലായിട്ട് ശക്തി തത്വം. അവിടെ എന്തൊക്കെ നടക്കണു? നിർമ്മാണം, അറ്റകുറ്റപ്പണി, ഇല്ലാതാക്കൽ, ഇവയെല്ലാം ചെയ്യുന്നത് ശുദ്ധവിദ്യാ തത്വം. പരീക്ഷ അല്ലെ, പരീക്ഷ വാല്യുവേഷൻ എല്ലാം ചെയ്യുന്നത് ഈശ്വര തത്വം. മാർക്ക് നൽകുന്നത് അനുഗ്രഹം, ആ ഒരു സദാശിവ തത്വം. അപ്പൊ നമ്മൾ ഓരോ വേഷത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ സ്കൂളിൽ വന്ന് ചേരണു. പ്രധാന അധ്യാപകൻ മുതല് എന്താ പറയാ എല്ലാവരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റും വിദ്യാർത്ഥികൾക്ക്. കാരണം എന്താ, അവര് ദൂരെയല്ല, ഒരേ സ്കൂളിനകത്ത് തന്നെയാണ്. സ്കൂളിന്റെ ഉടമസ്ഥനെ മാത്രം നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. അതാണ് പരസംവിത്ത് എന്ന് പറയുന്ന ആ ഒരു പരമശിവൻ. ഉടമസ്ഥനെ കാണാൻ പറ്റില്ല, പക്ഷെ പ്രധാന അധ്യാപകരെ എല്ലാം നമ്മൾ ഈശ്വരന്മാരെന്ന് പറഞ്ഞ് നമുക്ക് ആശ്രയിക്കാനും ബന്ധപ്പെടാനും പറ്റും. ഇപ്പൊ സിലബസ്, പരീക്ഷകള്, യൂണിഫോം ഒക്കെ ആയി മാറുന്നത് ഇനി നമുക്ക് നോക്കാം 7 ശുദ്ധ അശുദ്ധ തത്വങ്ങളാണ്. നമ്മൾ സ്കൂളിൽ ചേർന്നു അല്ലേ, പ്രപഞ്ചമാകുന്ന സ്കൂളിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? സിലബസ്, പരീക്ഷകള്, യൂണിഫോം ഒക്കെ വേണം. അതിന് ആരാ ഇനി അടുത്തത് വരുന്നത്? 7 ശുദ്ധ അശുദ്ധ തത്വങ്ങൾ. നമുക്ക് നോക്കാം. 24 അശുദ്ധ തത്വങ്ങളും ഇതിൽ വരും. അപ്പൊ ശുദ്ധമായിരിക്കുന്ന പരബ്രഹ്മം എന്നത് ഒരിക്കലും വ്യതിയാനമില്ലാത്ത സർവജ്ഞാനവും പൂർണ്ണവുമാണെന്ന് കണ്ടു. മനുഷ്യ മനസ്സുകൾക്ക് അപ്രാപ്യമായ ശൂന്യതയാണത്, അദൃശ്യമാണ്. തന്ത്രം അതിനെ പരാസംവിത്ത് അഥവാ നിഷ്കള ബ്രഹ്മം എന്ന് പറയുന്നു. ഇതിലാണ് സൃഷ്ടി ഉടലെടുക്കുന്നതും നിലനിൽക്കുന്നതും. ഈ സൃഷ്ടി പ്രക്രിയ നമുക്ക് നമ്മുടെ തലത്തില് ഒരു കാപ്പി ഉണ്ടാക്കുന്നതുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാം. കാരണം നമുക്കെപ്പോഴും നമ്മുടെ കുഞ്ഞു ബുദ്ധിക്ക്, നമ്മുടെ ചെറിയ ബുദ്ധിക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ മനസ്സിലാവുള്ളൂ. നമ്മൾ എന്താണ് നോക്കൂ, നമ്മൾ എങ്ങനെയാ കാപ്പി ഉണ്ടാക്കുന്നത്? കാപ്പിപ്പൊടി വേണം, പാല്, പഞ്ചസാര, വെള്ളം, ചൂട്. തണുത്തിരുന്ന് അത് തിളച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ചൂട്, ആ ഒരു പരസ്പര സങ്കലനം വരണമെങ്കിൽ എന്ത് വേണം? ചൂട് വേണം ഇല്ലേ? 5 കാര്യങ്ങള്, കാപ്പിപ്പൊടി, പാല്, പഞ്ചസാര, വെള്ളം, ചൂട് ചേർന്നാണ് ഒരു കാപ്പി അല്ലെ, ഒരു കോഫി നമ്മൾ ഇതാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ചേർന്ന ഒരു കോഫിയില് ഒരു കപ്പിൽ എടുക്കുമ്പോ അതിനെന്താ നമ്മൾ കാണുന്നത്? ഈ 5 കാര്യങ്ങൾ കാണില്ല, ഏകീകൃതമായിരിക്കുന്ന ഒറ്റ ദ്രാവകമായിട്ടാണ് തോന്നുന്നത് അല്ലെ. നമ്മൾ ഈ കാപ്പി എടുത്തു വെച്ച് ഇതിൽ കാപ്പിപ്പൊടി എവിടെ, പഞ്ചസാര എവിടെ എന്നൊക്കെ ചോദിച്ചാൽ കാണാൻ പറ്റുമോ? പറ്റില്ല. അതെന്തായിട്ട് തീർന്നു? ഏകമായിരിക്കുന്ന ഒരു ദ്രാവക രൂപത്തിൽ അതിനെ കാണപ്പെടുന്നു. അത് വ്യതിരിക്തമല്ല. അപ്പൊ അതിനെ എന്താ പക്ഷെ ഇതിനകത്ത് ഈ 5 വസ്തുക്കൾ ചേർന്നതാണ് ഇല്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് കൂടുതൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് ചോദിച്ചാൽ നമുക്ക് പറയാം വെള്ളം, കാപ്പിപ്പൊടി, പഞ്ചസാര, പാല് എന്നൊക്കെ ഉണ്ടോന്ന് നമുക്ക് പറയാം. പക്ഷെ ഇതിനെ മാറ്റി കാണിക്കൂ എന്ന് പറഞ്ഞാല് കാണിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ഈ പരബ്രഹ്മം എന്ന് പറയുന്ന അൺഡിഫറൻഷിയേറ്റഡ് ആയിരിക്കുന്ന, ഹോമോജീനിയസ് ആയിരിക്കുന്ന ഈ പരബ്രഹ്മം. അതിന്റെ സർവ്വവ്യാപിത്വം, ശാശ്വതമായിരിക്കുന്ന ഘടന, സർവജ്ഞാനം, മാറ്റമില്ലായ്മ, ഇവയൊക്കെ കാപ്പി എന്ന, അതായത് നമ്മുടെ ഈ 5 കാര്യങ്ങള്, ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിനകത്ത് കാണാൻ പറ്റും. കാരണം നമുക്കത് ഉണ്ടാന്നറിയാം, പക്ഷെ വേർതിരിക്കാൻ പറ്റില്ല. എല്ലാം ചേർന്ന കാപ്പി ആ ഒരു പരബ്രഹ്മമാണെന്ന് വിചാരിക്കാം. കാരണം ഇതെല്ലാം അതിനകത്തുണ്ട്.
പക്ഷെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനെയും പ്രത്യേകത, നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ പറയും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന്. ഒരു കാപ്പി ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. എന്ത് സാധനം ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയാ ചേർത്തിരിക്കുന്നത്, നമ്മൾ അതിന്റെ ആ ഒരു ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം വ്യക്തമായിട്ട് അറിയും. അതുപോലെ ഓരോ നിർമ്മാണ പ്രവർത്തനത്തിലും അതിൽ ചേർന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ വ്യക്തമായിട്ട് അറിയണം. അപ്പൊ അതുപോലെ ഈ പരബ്രഹ്മത്തില് 5 കാര്യങ്ങളുണ്ട്. സർവവ്യാപിത്വം, ശാശ്വതമായിരിക്കുന്ന ഘടന, സർവജ്ഞാനം, മാറ്റമില്ലായ്മ, ഇവയെല്ലാം ഇതിന്റെ എന്താ പറയാ ക്വാളിറ്റീസ് ആണ്. അപ്പോ ഈ ഞാൻ പലതാകട്ടെ എന്ന സങ്കല്പം എന്ന് പറഞ്ഞതുപോലെ കാപ്പിയിലൂടെ ഒരു ചെറിയ ഭാഗം ജലവും ആ ഒരു ചൂടായിട്ട് തൽക്ഷണം വേർപിരിയും. അപ്പൊ ഈ പരബ്രഹ്മം എന്താ വിചാരിച്ചത്, എനിക്ക് പലതാകട്ടെ ഇല്ലേ, എനിക്ക് പലതാകണം, അഹം ബഹുസ്യാം, എനിക്ക് പലതാകണം. അങ്ങനെ വേർപിരിയാൻ തുടങ്ങുന്ന പരബ്രഹ്മ തത്വത്തെ അപരബ്രഹ്മത്തിന്റെ ആദ്യത്തെ അവസ്ഥ എന്ന് നമുക്ക് പറയാം. അൺഡിഫറൻഷിയേറ്റഡ് കോഫി ആ ഒരു ഡിഫറൻഷിയേറ്റഡ് കോഫി ആയിട്ട് മാറാൻ പോവാണ്. അടുത്തതായിട്ട് ആ ഒരു കപ്പിലെ കോഫിയിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി, ഒരു ബിന്ദു അവിടെ രൂപം കൊണ്ടു. അത് ആ ഒരു ബിന്ദു ആണ് മഹാവിസ്ഫോടനം. നമുക്ക് അത്രയും വലുതായിട്ട് ചിന്തിക്കണ്ട, ചെറുതായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് കയറും ഇല്ലേ. അപ്പൊ ആ ഒരു ബിന്ദു ആ ബിന്ദു എന്ത് ചെയ്തു, പൊട്ടിത്തെറിച്ചു. അപ്പൊ പൊട്ടിത്തെറിച്ചിട്ട് കാപ്പിപ്പൊടി, പഞ്ചസാര, പാലൊക്കെ ആയിട്ട് പ്രത്യേകം പുറത്തു വന്നു. അത് കാപ്പിയിൽ സംഭവിക്കില്ല. പക്ഷെ എന്താ, ഈ ഒരു പ്രപഞ്ചത്തില് ഇത് പൊട്ടിത്തെറിച്ചിട്ട് എന്താണ്, ഈ പറഞ്ഞ എല്ലാ തത്വങ്ങളും അതിൽ നിന്നാണ് വരുന്നത്. ബിന്ദുവിൽ നിന്ന് ആദ്യം എന്ത് വന്നു, മഹാവിസ്ഫോടനത്തിലൂടെ ശിവതത്വം വന്നു, ശക്തി തത്വം വന്നു, സദാശിവ തത്വം, ഈശ്വര തത്വം, ശുദ്ധവിദ്യാ തത്വം എന്നുള്ള 5 സ്പോട്സ്, 5 ബിന്ദുക്കൾ വന്നു പുറത്ത്. അപ്പൊ ചൂടെന്നുള്ളത് ഊർജമാണ്. നമ്മൾ എനർജി ഉണ്ടെങ്കിൽ ആ എനർജിയുടെ അതിഭീകരമായിരിക്കുന്ന ഒരു വൻ എന്താ പറയാ സ്ഫോടനം കൊണ്ടാണ് ഈ ബിഗ് ബാങ് തിയറി നടക്കുന്നത് ഇല്ലേ. ആ എനർജി അതിഭയങ്കരമായ ചൂടോട് കൂടിയിട്ടാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ ആ എനർജി പൊട്ടിത്തെറിക്കാൻ ആവശ്യമായിരിക്കുന്ന ചൂടും എനർജിയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്, ആ ഊർജം. അപ്പൊ ചൂടെന്ന ഊർജമാണ് എന്താണ്, ഈ പാല്, പഞ്ചസാര, കാപ്പിപ്പൊടി എന്നീ പ്രത്യേകമായിട്ട് നിൽക്കുന്ന സാധനങ്ങളെ ഒരുമിപ്പിക്കുന്നത്. തണുത്ത വെള്ളത്തിൽ ഇട്ടാൽ ഇതെല്ലാം എന്ത് ചെയ്യും, സെപ്പറേറ്റഡ് ആയി. പഞ്ചസാര ചിലപ്പോൾ അലിയുമായിരിക്കും, എങ്കിലും ആ ബ്ലെൻഡിങ് പ്രോസസ്സ് പൂർണ്ണമാവില്ല, അതിന് ചൂട് വേണം. അതുപോലെ ഈ എനർജിയിലൂടെ വന്ന ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം തന്നെ എന്താണ്, ആ ഒരു ശിവന്റെ ആഗ്രഹം അനുസരിച്ചിട്ട് ആ ഒരു ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ചിട്ട് ആ ശക്തി നിർമ്മിച്ചത്. ആ ശക്തിയാണ് അതിഭയങ്കരമായിട്ടുള്ള ഊർജത്തോടു കൂടി പുറത്തേക്ക് പ്രവഹിച്ചത്. എന്താണോ ഇതുവരെ സൈലന്റ് ആയിട്ടിരുന്നത് അത് പുറത്തേക്ക് എന്ത് ചെയ്തു, ഒരു ഊർജ പ്രവാഹമായിട്ട് പ്രവഹിച്ചു. അപ്പൊ ശക്തിയുടെ നിർമ്മാണമാണ്. ഇപ്പൊ ഇനി ശിവൻ അവിടെ മിണ്ടാതെ ഒരു സാക്ഷി ഭാവത്തില് തന്റെ ഭാര്യയായിരിക്കുന്ന, തന്റെ പത്നിയായിരിക്കുന്ന, തന്റെ അർദ്ധാംഗിനിയായിട്ടിരിക്കുന്ന ആ പരാശക്തിയുടെ പ്രകടനങ്ങൾ കാണാനായിട്ട് വളരെ ആകാംക്ഷാപൂർവമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവി. തന്റെ മുമ്പില് പിടിച്ച ഒരു കണ്ണാടി പോലെ, ശിവന്റെ മുമ്പില് മുഖം നോക്കുന്ന ഒരു കണ്ണാടി പോലെ താൻ എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് തന്റെ ഭർത്താവിന്, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ. ഈ പ്രകടനം, പ്രപഞ്ചമാകുന്ന പ്രകടനം, ഈ ഒരു നാടകം അവിടെ ആരംഭിച്ചു. അപ്പൊ ആ ഒരു ബ്ലൂ പ്രിന്റ് ആരുടേതായിരുന്നു, ശിവന്റെ ആയിരുന്നു ബ്ലൂ പ്രിന്റ്. ശക്തി നിർമ്മിച്ചതാണ് ഈ പ്രപഞ്ചം. നമ്മളും നമുക്ക് ചുറ്റും കാണപ്പെടുന്നതും എല്ലാം ശിവന്റെ അതേ പ്രജ്ഞാനം തന്നെയാണ്. അപ്പോ സൃഷ്ടിക്കപ്പെട്ട ആ സൃഷ്ടിക്ക് ആഗ്രഹം വന്ന ശിവനും ശക്തിയും ചേർന്നതിനെയാണ് നമ്മുടെ ബിന്ദു നാദം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇവര് തമ്മില് ശിവനും ശക്തിയുടെയും ചേരലാണ്. ശിവനും ശക്തിയും എന്നും പരസ്പര ആകർഷണത്തിലാണ്. അവരുടെ സംയോഗമാകുന്ന ആനന്ദത്തിൽ നിന്നാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കാണുന്നത് ഇല്ലേ. ഈ പ്രപഞ്ചം, ആ സൃഷ്ടി തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് മനുഷ്യനില് സ്ത്രീയും പുരുഷന്റെയും ആകർഷണത്തിന് കാരണം. ബ്രഹ്മത്തിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയാണ് മായ. അപ്പൊ ഈ മായയും ഇതിന്റെ 5 കഞ്ചുകങ്ങളുമാണ് ശിവനെ താഴേക്ക് വലിച്ചിറക്കി കൊണ്ടുവരുന്ന ശക്തികള്. അപ്പൊ ഈ പ്രപഞ്ച സൃഷ്ടി, അതായത് പ്രപഞ്ച സൃഷ്ടി, സ്ഥിതി, പരിപാലനം തുടങ്ങിയ 5 പ്രക്രിയകൾക്കായിട്ട് ആദ്യം ശുദ്ധവിദ്യയാകുന്ന 5 ഈശ്വരന്മാരെ ഉണ്ടാക്കി. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പടിപ്പടിയായിട്ട് പോവാണ്. ആദ്യം 5 ശുദ്ധ തത്വങ്ങള്: ശിവൻ, ശക്തി, സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ. അപ്പൊ അവരാണ് പഞ്ചകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അത് പിന്നെ ശരീരവും മനസ്സും ഒക്കെ സൃഷ്ടിക്കുന്നതിനായിട്ട് എന്തായി? 7 ശുദ്ധ അശുദ്ധ തത്വങ്ങൾ ഉണ്ടാക്കി. പിന്നെ 24 അശുദ്ധ തത്വങ്ങളും ഉണ്ടായി. അപ്പൊ 36 തത്വങ്ങളുടെ ഈ 36 തത്വങ്ങളുടെ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ ശക്തിയാണ്. ശിവതത്വമാണ് മാസ്റ്റർ, അതായത് മാസ്റ്റർ ഡിസൈനർ, അച്ഛൻ, സൃഷ്ടാവ്. അപ്പൊ ശിവൻ തന്റെ ബ്ലൂ പ്രിന്റ് തന്റെ തന്നെ ശക്തിയായിരിക്കുന്ന പരാശക്തിക്ക് കൊടുക്കണു. പരാശക്തി അതിനനുസരിച്ച് സൃഷ്ടി പ്രക്രിയ നടത്തുന്നു. ഇതിനെയാണ് മനുഷ്യ സൃഷ്ടിയിലും നടക്കുന്നത്, ഇല്ലേ? നമുക്ക് നോക്കാം, പുരുഷൻ തന്റെ ബീജം അല്ലെങ്കിൽ ശുക്ലം സ്ത്രീക്ക് കൈമാറണു. സ്ത്രീ തന്റെ സ്വന്തം ഗർഭപാത്രത്തിൽ അത് സ്വീകരിച്ച് തന്റെ സ്വന്തം വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കണു. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവര് എന്തായി? അതുവരെ അച്ഛനമ്മമാര് അല്ല, അതുവരെ ശക്തിയും ശിവനും. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലോ അവര് മാതാപിതാക്കളായി തീർന്നു, അല്ലെ? അപ്പൊ ഈ പ്രപഞ്ച സൃഷ്ടി ആയതോടുകൂടി നമ്മുടെ മാതാപിതാക്കള്, ജഗത് മാതാപിതാക്കൾ ആരാണ്? ഈ ശിവനും ശക്തിയും. ഓരോരുത്തരും ശിവന്റെയും ശക്തി തത്വത്തിന്റെയും അതായത് മക്കളാണ്. നമ്മുടെ അച്ഛനമ്മമാര് യഥാർത്ഥത്തില് ശിവശക്തിമാരാണ്, സംശയമില്ലാത്തതാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് കരു കൊടുക്കുന്നത്, ആ ഒരു ബീജത്തെ കൊടുക്കുന്നത്, അത് സ്വീകരിച്ച് ഗർഭപാത്രത്തിൽ സ്വീകരിച്ച് സൃഷ്ടി ഉണ്ടാക്കുന്നത് ശക്തിയാണ്. ഇവര് രണ്ടുപേരും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മനുഷ്യ ജീവന് അവന്റെ അസ്തിത്വം മറക്കുന്നത് പോലെയാണ് ഈ ശിവശക്തിമാരെ മറക്കുന്നത്. ഇപ്പൊ എല്ലാ സൃഷ്ടിജാലങ്ങളും എന്താ ഇവരിൽ നിന്നാണ് വരുന്നത്? ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന എല്ലാവരും. അങ്ങനെ ചിന്തിക്കുമ്പോൾ സൃഷ്ടിജാലങ്ങളെല്ലാം നമ്മുടെ ആരാ? നമ്മുടെ സഹോദരീ സഹോദരന്മാരാണെന്ന് കാണാം. ഇപ്പൊ ശിവതത്വം എന്ന് പറയുന്ന പുരുഷതത്വം, സ്ത്രീ തത്വം എന്ന് പറയുന്ന ശക്തി തത്വം, ഇല്ലേ? നിർദ്ദേശം കൊടുക്കുന്നത് എപ്പോഴും പുരുഷതത്വമായിരിക്കും, സ്വീകരിച്ച് നടപ്പാക്കുന്നത് ശക്തി തത്വം. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ ലിംഗ പ്രമാണങ്ങളെ മനുഷ്യ ശരീരവുമായിട്ട് ചേർത്ത് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കരുത്. കാരണം മനുഷ്യന്റെ ശരീരം വേറെ, പ്രപഞ്ചത്തിന്റെ ശക്തി വേറെ. ഈ ശിവനും ശക്തിയും നമ്മുടെ പിതാക്കന്മാരാണെന്ന് അത് കൊണ്ട് തന്നെ അവരുമായിട്ട് നമുക്ക് 1 to 1 ബന്ധം, അതായത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം എന്താ? ഒരു അച്ഛനും അമ്മമാർക്ക് കുഞ്ഞിന് അച്ഛനും അമ്മയുമായിട്ട് മാത്രമേ ബന്ധം സ്ഥാപിക്കാൻ പറ്റൂ. ആദ്യം അവരെയാണ് അറിയേണ്ടത്. അവരിൽ നിന്ന് മാത്രമേ നമുക്ക് അന്യഥ ഉള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരെയൊക്കെ അറിയുന്ന, പിന്നെ ആദ്യം അറിയുന്ന അമ്മയിലൂടെ അച്ഛന്. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞേ പറ്റൂ. അപ്പൊ ഈ ശിവനും ശക്തിയും എന്താണ്? ആ ഒരു ശുദ്ധമായ സ്നേഹത്തിലും ഭക്തിയിലും അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ബന്ധം നമ്മൾ അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മുടെ ആ ഒരു അസ്തിത്വം, ഞാനെന്ന് പറയുന്ന വ്യക്തിബോധം ഉണ്ടായിരിക്കുന്നത് ഈ മാതാപിതാക്കന്മാരിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ സദാ അവരെ നമിക്കണം. എപ്പോഴും നമ്മുടെ ഉള്ളില് എപ്പോഴും അച്ഛനമ്മമാരെ ബഹുമാനിക്കണം. ഫിസിക്കൽ അച്ഛനമ്മമാരെ മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ആത്മാവിന്റെ, നമ്മുടെ അസ്തിത്വത്തിന്റെ അച്ഛനമ്മമാരെയാണ്. അവരാരാണ്? ഇപ്പൊ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി, ശിവനും ശക്തിയുമാണ്. അവരോട് ശുദ്ധമായിരിക്കുന്ന ഒരു ഭക്തി, സ്നേഹം എല്ലാം നമുക്ക് വേണം. ആ ഒരു ബന്ധം ഉണ്ടാക്കിയ കാരണം അവര് നമ്മുടെ നിത്യസംബന്ധികളാണ്. കാരണം നമുക്ക് ഈ ശരീരം ഉപേക്ഷിച്ചു പോയാലും അവരാണ് നമുക്ക് നിത്യമായിട്ടുള്ളവര്. ഈശ്വര ഭയമില്ല, ഈശ്വര ഭയമല്ല അതിന്റെ അടിസ്ഥാനം. നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്തിനാ ഭയക്കുന്നത്? ഭയത്തിന്റെ ആവശ്യമില്ല. അവിടെ സ്നേഹമാണ് വേണ്ടത്. എന്റെ അച്ഛനമ്മമാരെന്നുള്ള കൺസിഡറേഷൻ അവരെ ഒരിക്കലും മറക്കാൻ പാടില്ല. മറന്നതിന്റെ ഫലമാണ് ഇവിടെ അനുഭവിക്കേണ്ട എല്ലാ ക്ലേശങ്ങളും ദുഃഖങ്ങളും ഇനി നമുക്ക് മനസ്സിലാവും. അപ്പോ ഈ ബ്രഹ്മവുമായിട്ടൊരു ബന്ധം ഈശ്വരനിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. അതിന് നമ്മുടെ പരിമിതമായ കാര്യങ്ങൾക്ക് ഈ പറയുന്ന കൈക്കൂലി കൊടുക്കുന്ന ഒരു ബന്ധമല്ല അത്. എല്ലാ മനുഷ്യരുടെ, എല്ലാ ജീവജാലങ്ങളുടെയും ആ ഒരു 7 ശുദ്ധ അശുദ്ധ തത്വങ്ങളും 24 ശുദ്ധ തത്വങ്ങളും കൂടി ചേർന്നതാണ് ഈ പറയുന്ന ആ ഒരു പ്രപഞ്ച സൃഷ്ടി. ഇതെല്ലാം വന്നിരിക്കുന്നത് അമ്മയായിരിക്കുന്ന ശക്തിയിൽ നിന്നാണ്. ആ അമ്മ വന്നിരിക്കുന്നതോ അച്ഛനായ ശിവനിൽ നിന്ന്. അപ്പൊ ഇത് ഉണ്ടാകാൻ കാരണം ശക്തിതത്വവും ശിവതത്വവും തന്നെയാണ്. പക്ഷെ എല്ലാത്തിന്റെയും ഉത്ഭവ സ്ഥാനം ശിവതത്വമാണ്. നമ്മൾ അറിഞ്ഞോളണം, തിരിച്ചെല്ലാം ലയിക്കുന്നതും അവിടെ തന്നെയാണ്. ഇനി നമുക്ക് 7 ശുദ്ധ അശുദ്ധ തത്വങ്ങൾ, അല്ലെ? ഈ ശുദ്ധ അശുദ്ധ തത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പുരുഷ തത്വം, അതായത് നമ്മൾ മാറ്റർ ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളാണ്. അതായത് ആ മാറ്റർ എന്നത് 7 + 24 തത്വങ്ങള്, 7 ശുദ്ധ അശുദ്ധ തത്വങ്ങള്, 24 അശുദ്ധ തത്വങ്ങള്. അടിസ്ഥാനമായിട്ട് ശാരീരിക നിലനിൽപ്പിന് 3 ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? 1 ശരീരം, 2 മനസ്സ്, പിന്നെ ഇതിനെ രണ്ടിനെയും ബന്ധിക്കുന്ന പ്രജ്ഞാനം എന്ന് പറയുന്ന ബോധം. അപ്പൊ ശരീരവും മനസ്സും എന്നിൽ നിന്ന് വ്യത്യസ്തമാണ്, അല്ലെ? ശരീരവും മനസ്സും 2 എണ്ണം ഉണ്ട്. പക്ഷെ ഇതിന് എന്താ, ഈ ബോധമില്ലെങ്കിൽ ഇത് തമ്മിൽ ഒരു കോർഡിനേഷൻ കാണില്ല, പ്രവർത്തന ക്ഷമത ഉണ്ടാവില്ല.
ഈ 3 വസ്തുക്കളെയാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ, എന്റെ ശരീരം, മനസ്സ് എന്ന് പറയുന്നത്. ശുദ്ധമായിരിക്കുന്ന അവബോധമാണ് ഞാൻ. അപ്പൊ ആ ഒരു എന്നതാണ് ഈ മനസ്സിനെയും ശരീരത്തിനെയും കൂട്ടി നിർത്തി പ്രവർത്തിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ, ഇത് വിഘടിച്ചു പോകും. എല്ലാം അറിയുന്നതും അറിയാൻ കാരണവും ഈ ഞാനാണ്. അപ്പൊ പൂർണ്ണമായ ശിവതത്വമാണ് ഞാൻ. ഇനിയാണ് നമ്മൾ യഥാർത്ഥ കോറിലേക്ക് പോകുന്നത്. യഥാർത്ഥ യാത്ര ഇവിടെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് യാത്ര ചെയ്തോളണം. കാരണം ഇനി നമുക്ക് ഈ ഒരു നൂല് പൊട്ടിപ്പോകാതെ പിടിച്ചാല് നമുക്ക് യഥാർത്ഥ തത്വത്തില്, ആ തത്വാതീതമായിരിക്കുന്ന ശക്തിയിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഇപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കി? പൂർണ്ണ ശിവതത്വമാണ് ഞാൻ. അപ്പൊ നമ്മൾക്ക് ഇത് അറിയുവാനോ അതിന്റെ അടുത്തെത്തുവാനോ സാധിക്കുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ശിവന്റെ ഈ ഒരു സർവ്വ ചിന്തകളും തക്ഷണം സാക്ഷാത്കരിക്കപ്പെടുന്നു. കാരണം എന്താ? ഇച്ഛ, ജ്ഞാന, ക്രിയാശക്തികളെല്ലാം ശിവന്റെ ഉള്ളിലാണ്. അപ്പോ നമ്മൾക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കാൻ പറ്റുന്നില്ല? നമ്മൾ ശിവതത്വമായ ഞാനാണെന്ന് കണ്ടു, പക്ഷെ നമുക്കിത് നടക്കണില്ല. കാരണം നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കണില്ല. കാരണം നമ്മൾ വളരെ താഴത്തേക്ക് വന്നവരാണ്, വിപതിച്ചവരാണ്, നമ്മൾ പതിച്ചവരാണ്. നമ്മൾ ശുദ്ധ അശുദ്ധ തത്വത്തിന്റെ ആദ്യത്തെ തത്വമായിരിക്കുന്ന എന്താ പറയാ, ആ അശുദ്ധ തത്വങ്ങളിലും അശുദ്ധ തത്വം മാത്രമായിരിക്കുന്ന 24 തത്വങ്ങളിലും കൂടെ നിർമ്മിക്കപ്പെട്ടവരാണ്. അപ്പൊ ആദ്യത്തെ തത്വം, ഈ ശുദ്ധാശുദ്ധത്തിൽ ആദ്യത്തെ തത്വം എന്താണ്? പുരുഷൻ. ഇപ്പൊ ശിവൻ, അതായത് ശിവനായ നമ്മളിപ്പോ പുരുഷൻ തന്നെയല്ല. പുരുഷൻ എന്ന് പറഞ്ഞാല് ആ ഒരു കാലവും തന്ത്രശാസ്ത്രത്തിൽ ആണ് പെണ്ണ് അങ്ങനെ കാണല്ല. ഒരു പുരുഷൻ എന്ന് പറഞ്ഞാല് 9 ദ്വാരമുള്ള ശരീരത്തിൽ താമസിക്കുന്ന ആത്മാവ്. നവദ്വാരേ പുരേ ദേഹി. എപ്പോഴും പുരുഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളും. നമ്മൾ പുരുഷൻ കേട്ട് നമ്മൾ എന്താ ലിംഗഭേദം, നമ്മൾ ആണ് പെണ്ണെന്നുള്ളത് ഒരിക്കലും തന്ത്രശാസ്ത്രം പറയുന്നു. പുരുഷൻ എന്ന് പറഞ്ഞാല് ഈ ശരീരത്തിനെ നിലനിർത്തുന്ന ആത്മാവ്. അപ്പൊ പുരത്തില് ശയിക്കുന്നവനായിട്ട് മാറ്റിയതാരാ? ഈ പുരുഷൻ. ശിവൻ പുരുഷനായി തീർന്നു. അപ്പോ അതിന് പ്രധാനമായിട്ടിരിക്കുന്ന 5 കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഈ ഒരു പരബ്രഹ്മ സ്വരൂപമായിട്ടിരുന്നത്? ആദ്യം ശിവനായി, അവിടെ നിന്ന് ശക്തിയായി. ഈ ശക്തി ഇതാ വീണ്ടും താഴേക്ക് എന്താ കൊണ്ടുവരികയാണ് നമ്മൾ. ഇതാരാ നമ്മളെ കൊണ്ടുവരുന്നത്? അപ്പോ ഈ 9 ദ്വാരങ്ങളുള്ള നമ്മളെ ഈ ശരീരത്തിലേക്ക്, ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന ആദ്യത്തെ ആള്, ആദ്യത്തെ കൾപ്രിറ്റ് ആരാ? മായയാണ്. മായയും അതിന്റെ 5 കഞ്ചുകങ്ങളുമാണ്. അപ്പൊ എന്താണ് മായ? യാമ സാമായ അല്ലെ? പരിമിതപ്പെടുത്താൻ പറ്റാത്ത എല്ലാറ്റിനെയും, അളക്കാൻ പറ്റാത്ത എല്ലാത്തിനെയും അളന്ന് കാണിക്കുന്നതാണ് മായ. അപ്പൊ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് വെച്ചാൽ ഇല്ല അല്ലെ? അപ്പോ അതിന്റെ 5 കഞ്ചുകങ്ങള്, ഈ മായയും അതിന്റെ 5 കൂട്ടുകാരും. 5 കഞ്ചുകങ്ങൾ എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെടുന്ന വസ്തുക്കള്, തിരശീലകള്, കാലം, കല, നിയതി, രാഗം, വിദ്യ. ഇതാണ് മായയുടെ 5 കഞ്ചുകങ്ങള്. ഈ ശക്തി തത്വത്തിന്റെ കൂടെ തന്നെ ഉണ്ടായതാണ് മായാതത്വം. മായാതത്വമാണ് ജീവാത്മാവിന് ആ ഒരു ശരീരവും അതിനാവശ്യമായിട്ടുള്ള ഉപകരണം നൽകുന്നത്. അപ്പൊ മായ നിസ്സാരക്കാരിയല്ല. മായ അതിശക്തമായിരിക്കുന്ന പരബ്രഹ്മ ശക്തി തന്നെയാണ്. ആ മായയ്ക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റും? ഈ പ്രപഞ്ചത്തെ മുഴുവനും, നമ്മുടെ ശരീരം, ഭൗതികമായിരിക്കുന്ന ജീവാത്മാവിന് ശരീരവും ആ ശരീരത്തെ നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളും നൽകുന്നത് ഈ മായയാണ്. അപ്പൊ പരമാത്മാവിന്റെ ഒരു യൂണിറ്റ് ആണ് ജീവാത്മാവ് അല്ലെ? ഒരു മനസ്സും ശരീരവുമായിട്ട് ഒട്ടി നിൽക്കുന്ന അവബോധത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ജീവാത്മാവ്. ഈ ജീവാത്മാവിനെ കർമ്മഫലങ്ങൾക്ക് വിധേയമാക്കുന്നതും മായ തന്നെയാണ്. അപ്പൊ മായ ജീവാത്മാവിന്റെ ചുറ്റും പരിമിതികളുടെ ഒരു മുള്ളുവേലി കെട്ടി സദാ ഒരു കാവൽക്കാരനെ പോലെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണു. നമുക്ക് എന്താ നമ്മുടെ യഥാർത്ഥ ആ ഒരു സത്യത്തെ, നമ്മളെ പരബ്രഹ്മമാണ്, ശിവനാണ് എന്നറിയാത്ത ആ ശിവബോധത്തെ മറച്ചുകൊണ്ട് മായയും ആ മായയുടെ 5 കൂട്ടുകാരും ചേർന്ന് ഈ ഒരു ജീവാത്മാവിന്റെ ചുറ്റും മുള്ളുവേലി കെട്ടി. മുള്ളുവേലി അതിനെ കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എന്താ, കാവൽക്കാരനെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, ആരാ ഇത് കടന്നു പോകുന്നതെന്ന്. ഇപ്പൊ ജീവാത്മാവിന് മലിനീകരണവും ജ്ഞാനവും കൊടുക്കുന്നത് മായ തന്നെയാണ്. കാരണം ഈ മായ വിചാരിച്ചാല് അതിന് എന്താ പറയുക, അജ്ഞാനവും കൊടുക്കും. മായയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവന് ജ്ഞാനവും കൊടുക്കും. അപ്പൊ ഈ കാവൽക്കാരൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇത് ഈ ജീവനെ അകത്തേക്ക് പ്രവേശിച്ച് ശിവതത്വത്തെ അല്ലെങ്കിൽ ശിവബോധത്തെ ഉണ്ടാക്കാതെ ഈ 5 കഞ്ചുകങ്ങളും മായയും ചേർന്ന് 6 പേര് ഒരു മുള്ളുവേലി സൃഷ്ടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പൊ മായ ജീവാത്മാക്കളിൽ ഉണ്ടാകുന്ന അശുദ്ധിക്ക്, ഈ മായ നമുക്ക് അശുദ്ധി ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ ഈ അശുദ്ധം മലം എന്നൊക്കെ പറയുമ്പോ എന്താ അശുദ്ധം? ഈ മലം, അതായത് മലം എന്ന് പറഞ്ഞാല് മറയ്ക്കപ്പെടുന്നത് എന്നർത്ഥം. മലം സൂക്ഷിക്കുന്ന കലവറയാണ് മായ. മലം എന്ന് പറഞ്ഞാല് അശുദ്ധമായത്.
എന്ത് 3 മലങ്ങളാണ് ഒരു ജീവനുള്ളത്? എന്തൊക്കെയാണത്? മായയുടെ താഴെയുള്ള എല്ലാ തത്വങ്ങളിലും ഈ മലം ഉണ്ട്. കാരണം ഇത് ഉണ്ടാക്കുന്നത് ആരാ? മായ തന്നെയാണ്. ഇതിനെയാണ് നമ്മള് ആണവമലം, മായിക മലം, കാർമിക മലം എന്ന് പറയുന്നത്. ഈ മലത്രയങ്ങള് സത്യത്തെ മറയ്ക്കണു. അപ്പൊ മായയ്ക്ക് മുകളിലുള്ള 5 തത്വങ്ങളില് ആണവ മലം മാത്രമേ ഉള്ളൂ. ആണവമലം എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ ഉള്ളത്. അപ്പൊ ഈ മായ എവിടുന്ന ജനിച്ചത്? ബിന്ദു, ആ ഒരു ബിന്ദുവിന്റെ വിസ്ഫോടനം, ബിന്ദുവിന്റെ ആ ഒരു പരിധി ഇല്ലേ, ഒരു ശിവലിംഗം പോലെ കാണുന്നതിന്റെ ചുറ്റുമുള്ള ആ ഒരു സർക്കുലർ സ്പേസിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. അപ്പം ജനിച്ചപ്പോ തന്നെ ഉള്ളതിനെ ആണവമലം. നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പരാശക്തി, അതായത് ശിവൻ ഉണ്ടായപ്പോ തന്നെ ശക്തിയുടെ കൂടെ മായയും ഉണ്ടായി. അതാണ് പരബ്രഹ്മ മഹർഷി, പരബ്രഹ്മത്തിന്റെ ഭാര്യയായിട്ടിരിക്കുന്ന പരാശക്തി ഉണ്ടായപ്പോ തന്നെ ആ ദേവിയുടെ അതേ ശക്തിയുടെ രൂപത്തില് മായയും വന്നു. അപ്പൊ അതുകൊണ്ടാണ് സ്വതന്ത്ര ശക്തി എന്ന് പറയുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മായയുടെ ആണവമലം ആ സൃഷ്ടിയുടെ ആദ്യം തന്നെ ഉണ്ടായി. അപ്പൊ ഈ മായയ്ക്ക് മുകളിലുള്ള 5 തത്വങ്ങളില് ആണവമലം മാത്രമേ ഉള്ളൂ. മായയ്ക്ക് മുകളിൽ ഏതൊക്കെയാ? നമുക്ക് 5 തത്വങ്ങൾ നമ്മൾ കണ്ടു, 5 ഈശ്വരന്മാര്. അവരില് ആണവമലമുണ്ട്. അതുകൊണ്ട് പക്ഷെ അവര് ശുദ്ധമാണ്, അവർക്ക് ഈ ആണവമലം അവരെ ബാധിക്കുന്നില്ല. അപ്പൊ മലത്രയങ്ങള് ഈ സത്യത്തെ മറയ്ക്കുകയാണ്. മായയ്ക്ക് മുകളിലുള്ള 5 തത്വങ്ങളാകുന്ന, അതായത് ശിവന്റെ പരമാധികാര തത്വമാണ് അല്ലെ ഈ പറഞ്ഞ മായ എന്ന് പറയുന്നത് ബിന്ദുവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് തന്നെയാണ്. അപ്പൊ 6 മുതൽ 36 വരെയുള്ള തത്വങ്ങളില് മായ എന്ത് ചെയ്തു? 6ന് മുകളിൽ ആദ്യത്തെ 5 തത്വങ്ങളില് ശുദ്ധമായിരിക്കുന്ന ശുദ്ധതത്വം വരെ, സദാശിവൻ വരെയുള്ള ശുദ്ധതത്വം തുടങ്ങിയതില് ആണവമലം വലിയ പ്രശ്നമില്ല, കാരണം ജന്മത്തോടു കൂടി തന്നെ ഇരിക്കുന്നതാണ്. പക്ഷെ പിന്നെ ഏറ്റവും വലിയ കാർമിക മലവും മായിക മലവും പിന്നെന്താ? ഈ 6 മുതൽ 36 വരെയുള്ള തത്വങ്ങളില് മായ ചേർത്തു. വിഷം കലർത്തുന്ന പോലെ മായ ഇതിലെല്ലാം ഓരോന്ന് കലർത്തി വെച്ചു. കാരണം എന്താ? നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചുകൊണ്ട്. അപ്പൊ മായിക മലത്തെ ചേർക്കും ആദ്യം ഈ 3 മലങ്ങളും മായയിലാണ് വസിക്കുന്നത്. ഇത് എന്താ പറയാ, ഇവയ്ക്ക് സ്വതന്ത്രമായിട്ടുള്ള ശക്തിയില്ല. ഈ മലങ്ങൾക്ക് പ്രത്യേക ശക്തി ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. അവര് എവിടെയാ താമസിക്കുന്നത്? അവരുടെ വീട് എവിടെയാ? ഈ മായ തന്നെയാണ്. അപ്പൊ മായയ്ക്ക് സ്വന്തം കരുത്തുകൊണ്ട് ജീവാത്മാവിനെ താഴോട്ട് കൊണ്ടുവരാനും ആ ഒരു എന്താ പറയാ സാധനയിലൂടെ ആ ജീവാത്മാവിനെ മുകളിലേക്ക് ഉയർത്തുവാനും സാധിക്കും. അപ്പൊ ഈ മായ എന്ന് പറയുന്ന ആര്? ഈ പരാശക്തിയുടെ ശക്തിയുടെ തന്നെ ആ ഒരു ഏറ്റവും എന്താ പറയാ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ശക്തിയായിട്ടിരിക്കുന്നതാണ് മായാശക്തി. അപ്പൊ ഇത് പരാശക്തി തന്നെയാണ്. പരാശക്തിയുടെ നിന്ന് ഉണ്ടായതാണെങ്കിലും പരാശക്തിക്ക് തുല്യമാണ്. കാരണം എന്താ? ആ ഒരു ജീവാത്മാവിനെ താഴോട്ട് കൊണ്ടുവരാനും സാധിക്കും, മുകളിലോട്ട് ഉയർത്തുവാനും സാധിക്കും. പക്ഷെ മുകളിലോട്ട് ഉയർത്താൻ മായ ഒന്നും ചെയ്യാറില്ല. കാരണം എന്താ? ആ താഴോട്ട് കൊണ്ടുവന്ന മായ പിന്നെ അവൻ സ്വപ്രയത്നം കൊണ്ട് വേണം മുകളിലോട്ട് പോകാൻ. മായ ഒന്നും ചെയ്യില്ല. മായയ്ക്ക് സറണ്ടർ ചെയ്യണം. നമ്മള് മായയെ മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ ഇല്ലാത്തതായിട്ടുള്ള ഒരെണ്ണത്തിന് എങ്ങനെ സറണ്ടർ ചെയ്യും? നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ? മായയുടെ സ്ഥൂലം, സൂക്ഷ്മം, അതിസൂക്ഷ്മം എന്ന് പറയുന്ന 3 മലങ്ങള് ജീവനെ പരിമിതപ്പെടുത്തുകയാണ്. പക്ഷെ നമുക്കത് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് മായയ്ക്ക് സറണ്ടർ ചെയ്യാൻ പറ്റാത്ത ജീവനുകളെല്ലാം തന്നെ എന്ത് ചെയ്യും? എപ്പോഴും മായാതലത്തിൽ തന്നെ ജീവിക്കും. കാരണം താഴ്ത്താൻ മായ സഹായിക്കും, ഉയർത്താൻ ആര് സഹായിക്കണം? പരാശക്തി. ഈ ശക്തി നമ്മളെ സഹായിക്കണം. അപ്പൊ ഈ മായയിൽ നിന്ന് നമ്മൾ എന്ത് വേണം? മായാവിയെ കണ്ടെത്തണം. ആ ഒരു മായയുടെ പരിമിതികളെ ഛേദിക്കണമെങ്കിൽ മായയുടെ 3 മലങ്ങളാണ് സ്ഥൂലമായിരിക്കുന്ന, സൂക്ഷ്മമായിരിക്കുന്നത്, അതിസൂക്ഷ്മമായിരിക്കുന്ന 3 ആണവ, മായിക, കാർമിക മലങ്ങള്. അപ്പൊ അതാണ് ജീവനെ പരിമിതപ്പെടുത്തുന്നത്. ഏറ്റവും സ്ഥൂലമായിരിക്കുന്നതാണ് കാർമിക മലം. നമ്മള് സ്ഥൂലമായ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മമലം. നമ്മുടെ പ്രവൃത്തികളുമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുക. കർമ്മമലം പ്രവൃത്തിയുടെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ആ ശക്തമായിട്ടുള്ള വികാരങ്ങള് അല്ലെ, അതിനാണ് കാർമിക മലം എന്ന് പറയുന്നത്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വികാരങ്ങള് എന്തൊക്കെയാണ്? ഞാൻ ദുഃഖിതനാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ സൗന്ദര്യം ഉള്ളവനാണ്, സൗന്ദര്യം ഇല്ലാത്തവനാണ്, ധനികനാണ്. ഇങ്ങനെ മാറി മാറി വികാരങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ജീവാത്മാവിന്റെ അവബോധത്തില് മലം കലർത്തുന്നത് അത്തരം വികാരങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ കർമ്മമലം എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തിയുടെ അശുദ്ധി അല്ലെ, ആ ഒരു ശുഭാശുഭ ചിന്തകളെല്ലാം ഉണ്ടാക്കുന്നത് ജീവാത്മാവിന്റെ വ്യക്തിപരമായിരിക്കുന്ന അവബോധത്തിലാണ്. അപ്പൊ ഇതാണ് അഴുക്ക് പുരളാൻ കാരണം. അപ്പൊ അടുത്ത മലം എന്താണ്? ഈ അടുത്ത സൂക്ഷ്മ അശുദ്ധിയാണ് നമ്മള് മായിക മലം. നമ്മൾ ഈ ശുദ്ധം അശുദ്ധ തത്വം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഇതിൽ ശുദ്ധവും അശുദ്ധവും ആകുന്നത് വ്യക്തമായിട്ട് അറിഞ്ഞോളാം.
കാരണം ഈ മായയാണ് ആദ്യത്തെ കളി കളിക്കുന്നത്, ഇല്ലേ? മായയിൽ നിന്നും മായയും മായയുടെ 5 കൂട്ടുകാരും കൂടെ ചേർന്ന് ഈ പ്രപഞ്ചത്തെ തന്നെ ഇട്ട് കളിപ്പിച്ചുകൊണ്ട് ആ മായയിൽ ഒളിച്ചിരിക്കുന്ന 3 മലത്രയങ്ങള്. ആദ്യം ആണവ മലത്തെ കാണാൻ പറ്റില്ല. അടുത്തത് കാർമിക മലം, നമ്മൾ കർമ്മം ചെയ്യുന്നു എന്നുള്ള വികാരങ്ങൾ ഉണ്ടാകണു. നമ്മുടെ പ്രവൃത്തിയുടെ ഫലം, ഞാൻ ചെയ്യുന്നു എന്നുള്ള പ്രവൃത്തിയുടെ ഫലം കൊണ്ട് ഞാൻ സുഖം ദുഃഖം എന്നൊക്കെ അനുഭവിക്കുന്നു എന്നൊരു ചിന്ത ഉണ്ടാകണം. അപ്പൊ മൂന്നാമത്തെ ആ സൂക്ഷ്മ അശുദ്ധിയുടെ പേരാണ് മായിക മലം. അപ്പോ കർമ്മമലം കഴിഞ്ഞിട്ട് മായിക മലം. എന്താണ് ഈ മലം? സ്വന്തം അവബോധത്തിലെ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കണം. കാരണം ഇത് അജ്ഞാനത്തിന്റെ അശുദ്ധിയാണ്. ഇത് എന്റെ വീടാണ്, ഇയാൾ എന്റെ ശത്രുവാണ്, ഇത് എന്റെ കുടുംബാംഗമാണ്, ഞാൻ നോക്കിയിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഇങ്ങനെയുള്ള എന്താ പറയാ ഭേദങ്ങള്, ഭേദബുദ്ധി അവബോധത്തില് മായിക മലം ഉണ്ടാക്കുന്നു. അതാണ് അഴുക്ക് പരട്ടുന്നത്. കാരണം ആദ്യം നമുക്ക് എന്താ, ഞാൻ സന്തോഷവാനാണ്, ഞാൻ എന്റെ എന്നുള്ള തോന്നലുകള്. രണ്ടാമത് മായിക മലം എന്താ, ഇവിടെ എന്തെങ്കിലും നമുക്ക് സ്വന്തമാണോ? സ്വന്തമല്ലാത്തതിനെല്ലാം സ്വന്തമാക്കി കാണിക്കുന്നതാണ് മായിക മലം. അപ്പൊ എന്റെ ശത്രു, എന്റെ മിത്രം, എന്റെ വീട് എന്നുള്ള ആ ദ്വൈത ഭാവം നമുക്ക് ഉണ്ടാക്കുന്നത് മായിക മലമാണ്. അങ്ങനെ ഞാനും മറ്റുള്ളവരും വ്യത്യസ്തരെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കണം. അപ്പൊ എല്ലാറ്റിലും ഒന്നായിരിക്കുന്ന ശിവനെ എന്താണ് പലതായിട്ട് നമ്മൾ കാണുന്നു. മൂന്നാമത്തെ അത് സൂക്ഷ്മമായിരിക്കുന്ന അശുദ്ധിയാണ് ആണവമലം.